ഹലോ ഹലോ വെൽക്കം ടു കിയോ. കിയോ കസ്റ്റമർ കെയർ അല്ലേ? അതെ സർ. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ സർ, പറഞ്ഞോളൂ. 92223218. ഈ നമ്പറിലേക്ക് എന്നെ വിളിക്കാൻ ഒരു മെസ്സേജ് ഇടണം. പെട്ടെന്ന് വേണം. അല്ല, ഇത് സാറിന് ചെയ്യാൻ ഉള്ളു, എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളു. അതിന് കിയോ സമ്മതിക്കണ്ടേ? കത്ത് എഴുതിയിട്ടാ ഇതിലും സ്പീഡിൽ പോവല്ലോടൂ. ഹലോ 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 എന്തൊരു പാമ്പാണ് ഇത്? ഹലോ ഹലോ 2-3 മാസമായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുക. ടവർ കുഴിച്ചിട്ട് ഞാൻ സ്ഥലം വരെ തരാമെന്ന് പറഞ്ഞു. ഇവിടെ മിനിറ്റുകൾക്ക് കോടികളുടെ വില വരുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമാണോ ഞങ്ങളുടേത്? പറ്റത്തില്ലെങ്കിൽ ഇട്ടേച്ച് പോകണം മിസ്റ്റർ. വല്ല പണിക്കും പോകണം. സാർ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാനോ? ഞാൻ സംസാരിക്കും. മാന്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നീ ഞങ്ങളങ്ങ് പോർട്ടി തള്ളടാ, പോർക്കെ. കണ്ട ഭണ്ഡാരമൊക്കെ കുത്തിവറും ദൈവവും മരിച്ചു വെക്കല്ലേ ഒന്നാമതെ ഗുണം പിടിക്കുന്നു. അതെ, എല്ലാ കാര്യത്തോടും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? കേട്ടോടാ പുല്ലേ, ബാക്കി നീ പറ. ഞാനിനി എന്ത് പറയാൻ? ഒരു കൊട്ടേഷനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. കിട്ടുവാടാ, കിട്ടും. ഒരു ഒപ്പിടിപ്പിക്കണം. ഡോക്യുമെൻസും ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇപ്പോൾ 5, ബാക്കി പണി കഴിഞ്ഞു. 5000 രൂപയ്ക്ക് ഗോദ്രേജിൻ്റെ പെട്ടിയായിട്ട് വന്നേക്ക് വെച്ചേറ്റ. 5000 രൂപ പോരല്ലോ സാറേ. 5000 അല്ല, 5 ലക്ഷം. ഒരൊപ്പല്ല, ഈ ഷീറ്റ് ഫുള്ള് ഒപ്പിടിപ്പിച്ചിട്ട് സാറേ. സാറ് ഇവിടെ ആയിക്കോ? സാറ് കൂട്ടാക്കോ സാറേ, ഇവിടെ നിൽക്കണ്ടേട്ടാ. പിള്ളേരെ, ടൂൾസൊക്കെ മെനിക്കോ. മോളെ ഇഷ്ടമെന്ന് വെച്ചാൽ എന്തോ പറയും. മോളോ അറിഞ്ഞോളൂ. പിന്നെ താനിത് എങ്ങോട്ട് ഈ പിടച്ചേലി പോകുന്നത്? പ്ലാൻ പറയടൂ. കണ്ണപ്പൻ ഇരിക്കുമ്പോ വേറെ പ്ലാനർ എന്തിനാ? കണ്ണപ്പന്റെ പ്ലാനിങ് എനിക്ക് ഒരു സംശയമില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് അവന്റെ പ്ലാൻ. ഇനി എന്നെ പറ, പഞ്ചറൊട്ടിയായ സൈക്കിൾ അടിച്ചു മാറ്റി എഴുതുന്ന പിടലേറ്റ് ഉണ്ട മണ്ടൊക്കെ എറിയിക്കുന്ന എൻ്റെ മണ്ടൊക്കെ കയറി. ആ ഒരു വിങ്ങൽ ഇപ്പോഴും ഉണ്ട്. മനസ്സിനാണോ? പ്ലാനിങ് ഒന്നും ഇല്ല. അവൻ അണ്ണാക്കി പടക്കം വെച്ചിട്ടാണല്ലോ ഞാൻ ഒപ്പിടിപ്പിച്ചിരിക്കും. ഇതാ അങ്ങയുടെ വീട്. അമ്മാമ്മേ, ഞാനങ്ങ് വരുവാ. ഇതാരെ ഈ സമയത്ത്? ആരാ? MBA സ്റ്റുഡൻസ് ആണ് സാറേ. 2 പ്രോഡക്റ്റ് വെക്കാനാ. സാറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി സാറേ. സാറ് ഇഷ്ടപ്പെടും സാറേ, ഞങ്ങൾക്ക് ഉറപ്പാ. തുറക്ക് സാറേ.
പവർ ഓഫ് അനാട്ടമി. എന്റെ പഴം നിന്റെ പഴം നീ തന്നോ? സാമാന്യ സമ്മേളനത്തിലെ തെണ്ടികള്. ഇതിലും പേരെ ചാവുന്നേ. പൂത്ത് വെച്ചുകൊണ്ട് ചാകാൻ ഇറങ്ങിയിരുന്നു പുളുക്കാണ്ടിയൊക്കെ. എടാ 5 സർബത്ത്. നന്നാക്കി പടക്കം വെച്ച് പൊട്ടിക്കും. അയാൾ ഒപ്പം വെച്ച് ഏത് ഒപ്പെടുത്ത് കാണിക്കും? ഒരു ഉപ്പിടാനാണോ പോയത്? അത് നമ്മളങ്ങനെ അയാൾ എന്ന കാശി കക്ഷത്തിൽ ഈ കൊച്ചി സ്റ്റൈലിൽ ബടി അയക്കുമെന്ന് പറയുന്നത് കേട്ടല്ലോ. ലാസ്റ്റ് പടമാകുമല്ലോ. പോയ ഒരു കാര്യം നടന്നില്ലല്ലോ. ആര് പറഞ്ഞു നടന്നില്ലെന്ന്? വിറ്റാ വല്ലതും കിട്ടുമോ? വിൽക്കണ്ട. കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ഇയാളെ എന്തുകൊണ്ടുണ്ടായിരിക്കും? ഇരട്ടത്താടി എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും സ്നേഹിത എന്റെ തല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ എടുത്തോണ്ട് പോടാണ്ട് ചാത്ത മാണ്ടൊക്കെ കണ്ട. ഇല്ലടേ, ഇനി ഇത് വല്ല രത്നങ്ങളോ ഉയരങ്ങളോ ഉണ്ടെങ്കിലോ? അടി നമുക്ക് ആ കൊച്ചുപണിക്കര ഒന്നുകൊണ്ട് കാണിച്ചാലോ? ഇങ്ങനെ ആകുമ്പോൾ ഇമാതിരി ഉടായ്പൊക്കെ അറിയാം. കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഇന്ന് പിടിച്ചോ? നീ ഇങ്ങനെ ഒരു പേടിച്ചു കയറിയായി പോലടാ. പണിക്കരേ, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയ പണിക്കരെ? പ്രഥമ ദൃഷ്ടിയാൽ ശില്പത്തിന് കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിലും ഇവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. വാത്തി കമ്മിൻ, അകത്തേക്ക് വരിക. ഗൈസ്, ബീഫോ അല്ല, ലീഫേ, വെറ്റട. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ, രത്നങ്ങളെയും വൈരങ്ങളെയും കാൾ വിലമതിക്കുന്ന, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അപൂർവ ശില്പം. ഇത് വിറ്റ വല്ലതും തടയോ പണിക്കരെ? വിലയിലല്ല, ഇതിൻ്റെ മൂല്യത്തിലാണ് കാര്യം. എന്റെ പണിക്കരെ ആ കാകുലി കാര്യം അമ്പലപ്പുറമില്ല കുലുക്ക് കുത്തല കണക്കാണ് മിസ്റ്റർ, കണക്ക്. ഒന്ന് പറ വായിക്കേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സീലോൺ മഹാരാജ്യത്തെ മഹാരാജാവായ ഹംദാനി ചക്രവർത്തി
തൻ്റെ പ്രിയ പത്നിയും മഹാറാണിയുമായ മിസ്സസ് അംബാനിക്ക് സമ്മാനിച്ച അനേകം ശില്പങ്ങളിലൊന്നാണിത്. യൂട്രിയം മെറ്റൽ വെച്ച് കെട്ടിയ മെറ്റൽ വെച്ച് 7 ഉളികൾക്കും 14 കൊട്ടുളികൾക്കും വ്യവസ്ഥകൾക്ക് അതീതമായി ഉടമ്പടികൾക്കും അപ്പുറം 16 തച്ചുകളും കഴിഞ്ഞ് ഓവർ ടൈമിൽ ആ പിതൃശൂന്യൻ പണി കഴിപ്പിച്ച കൂടോത്രത്തിന്റെ മൂർത്തിയാണിവൻ. അല്ലല്ല, ഐശ്വര്യത്തിന്റെ രത്ന ചൂടാമണിയാണിവൻ. ഐശ്വര്യത്തിന്റെ കിടുങ്ങാമണി. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇതിൻ്റെ ഓരോ സുഷിരങ്ങളും ഇതിൻ്റെ താക്കോലുകളാണ്. ആര് മൂലമാണോ ഇതെല്ലാം വെള്ളം കൊണ്ട് നിറയുന്നത്, അന്ന് ഐശ്വര്യം അയാളെ തേടിയെത്തും. എടുത്തിട്ടാ പോരെ. ഇയാളിതൊരുമാതിരി ഉച്ചിയിൽ തഴുകി വീഴുന്ന ജലം പെരുവിരൽ മുതൽ ഓരോ സുഷിരങ്ങളിലും കടന്ന് എന്ന് ശിരസിലെത്തുന്നു, അന്ന് ഐശ്വര്യത്തിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഇത് നിറയുന്ന സമയത്ത് പല അനർത്ഥങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇറ്റ്സ് ഇൻക്യൂറബിൾ. താൻ വലിയ മേപ്പാണൊന്നും ആവണ്ട, ഞങ്ങളൊന്നാ പോവാ. ചാർത്തിനൊന്നും കിട്ടിയില്ല. ഞാനതങ്ങ് മറന്നു. വിലയിലല്ല, ഇതിൻ്റെ മൂല്യത്തിലാണ് കാര്യം. പണിക്കരെ അപ്പോൾ ഈ ഉച്ച വീഴുന്ന വെള്ളം ഇനി പെരുവെള്ളി കൂടെ കയറ്റും. കൊണ്ട് വല്ല ബക്കറ്റിലും വെച്ച് വെള്ളം നിറയണേ. നിങ്ങൾക്ക് ഇത്ര വിവരം ഉണ്ടായിരുന്നു? എടി, നിൻ്റെ അച്ഛൻ പണ്ട് എഴുതിയൊരു പുസ്തകമല്ലേ, അതിൽ ഇതുപോലൊരു ബുദ്ധൻ്റെ കഥയുണ്ട്. ഞാനത് ആ മണ്ടന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവന്മാരാണെങ്കിൽ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. അവന്മാരൊരു ബുദ്ധൻ പോയി കിടന്നുറങ്ങി. പണിക്കര് പറഞ്ഞൊക്കെ ഉള്ളതാണേ. എന്തായാലും നാളെ ഐശ്വര്യമായിട്ട് വെള്ളം നിറച്ചു. പെട്ടെന്ന് ഒഴി, തല വരെ അങ്ങോട്ട് നിറയട്ടെ. നിറയാറായല്ലോ, നൃത്തങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇതിലാരാടാ ദയാനന്ദൻ? കിയോ കസ്റ്റമർ സർവീസിലേക്ക് സ്വാഗതം. മാന്യ ഉപഭോക്താവെ, കിയോയിലേക്ക് വിളിച്ച് അസഭ്യം പുലമുന്ന എല്ലാ മക്കൾക്കും ആഴ്ചയിലെ ഈ ഒരു ദിവസം കിയോ ചിലവഴിക്കുന്നു. നമ്പറാണേ പിയോടി ഊഷോൺ ഡെലിവറി. ആരാ ദയാനന്ദൻ? ഇവനാ ദയാനന്ദൻ. നീ പിന്നെ ആരാടാ? നിന്നെ കണ്ടല്ലേ നീ ദയാനന്ദൻ? ഞാനല്ല ദയാനന്ദൻ. പിന്നെ നീ ആരാടാ? ഞാൻ ജാഫർ, കണ്ണൂരിൽ നിന്ന് വരുന്നു. MBA വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. നിന്നെ കളിപ്പിക്കാടാ. എൻ്റെ പിള്ളേരെ തോന്നാ ഞാൻ ചാവണം. നിങ്ങളാ കിയോ കസ്റ്റമർ സർവീസ് എന്നല്ലേ? വളരെ നല്ല സിമ്മ കേട്ടോ. അന്ന് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് വളരെ മോശമായി പെരുമാറിയത് ഇന്ന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? നീ വേഷം കെട്ടെടുക്കുന്നോളാ. ഒന്നും പറ്റിയില്ലല്ലേ? ഇല്ല, ഓരോ വള്ളി ഒപ്പിച്ചോണ്ട് വന്നോളും. ഞാൻ അറിഞ്ഞു കിയോക്ക് ഇങ്ങനെ ഒരു ഓഫറുള്ള കാര്യം. പണ്ടാരം. എന്തായാലും രക്ഷപ്പെട്ട്. ആര് പറഞ്ഞ് രക്ഷപ്പെട്ടെന്ന്?
അമ്മേരെൻ്റെ ഏതൊക്കെയോ കുഴലിടിച്ച് ഓലപ്പിക്ക് പോലാക്കി. ആ വലിച്ചു ഏനയുടെ നീളം കൂടുമ്പോഴും പീപ്പിയുടെ ശബ്ദവും കൂടും. ആഞ്ഞു വലിച്ചു. അടി നമുക്കൊരു കുത്തരിയല്ല, പക്ഷേ വിനയഗുണന്മാർ വന്ന് തല്ലിയിട്ട് പോയതാ വിശ്വസിക്കാൻ പറ്റാത്ത. ആ കിട്ടണം, നിനക്ക് 2 എണ്ണം കിട്ടണം. കൂട്ടത്തിൽ ഞങ്ങൾക്ക് കൂടെ മേടിച്ച് തന്നല്ലോ. ചക്രവർത്തി എന്ത് പറഞ്ഞു എന്തോ തെറ്റ്? നിന്റെ സഭ കയ്യിലെത്തപടി കൈവച്ചടിച്ചിട്ട് ആടെ മാറി. തല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ തല്ല് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫീൽഡ് നമുക്കൊരു തല്ല കിട്ടിന്നിരിക്കും. എത്തിക്സ് ഇട്ടുള്ള കളിയില്ല. ആരാ ഓ പിലാക്കണ്ടി എടോ കണ്ടി താൻ കാരണം ഞങ്ങൾ ഇപ്പോൾ അതും ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അയാളുടെ ഒരു പവർ ഓഫ് കണ്ടി താൻ 5 ലക്ഷം രൂപയിൽ ഒരു 100 രൂപ മൈലെണ്ണം മേടിക്കാൻ എടുത്തുണ്ട്. ബാക്ക് വിട്ടിരിപ്പുണ്ട്, എടുത്തോണ്ട് പോടോ. നീന്ന തൻ്റെ പവർ ഓഫ് കിടി ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. തരാൻ സൗകര്യം താൻ കൊണ്ട് കേസ് വിടണം. ഈ മൈലെണ്ണ മേടിക്കാൻ പോലും എന്തി? 4-ൽ ചൊവ്വ, അഷ്ടമത്തിൽ വ്യാഴം, 10-ൽ ചന്ദ്രൻ, അതീവ ഉത്കൃഷ്ട ജാതകം. പക്ഷെ ഒരു കേതു. പണിക്കർക്ക് ഇതെന്ത് പറ്റി? അല്ല, ആരിത് ദയാനന്ദനോ? ആ പേരങ്ങോട്ട് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. സോ സ്വീറ്റ്. പണിക്കർക്ക് ഇതെന്ത് പറ്റി? നിന്റെയൊക്കെ ഭാവി പറഞ്ഞാൽ എൻ്റെ ഭാവി ഭൂതമാക്കി. ഇന്നലെ ഒരു മാൻഡ്രേക്കിനെ കൊണ്ട് വീട്ടിൽ വന്നില്ലേ, അതിനുശേഷം വാലേ ദുരന്തങ്ങൾ. കൗബീനം കഴുകിടാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. ജീവൻ വേണം, അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളുക. കുട്ടമ്പിള്ളേ, പറ്റ് തെയ്യാടെ പേരിൽ എഴുതിക്കോളൂ. എൻ്റെ പേരിലോ? പറഞ്ഞ ഭാവിക്കൊക്കെ കുബേർ കുഞ്ചി തല കുലിക്കുന്ന പോലെ തല കുലിക്കല്ലോ. ഇതിനൊക്കെ ഫീസ് ഉള്ളതാണ്, ഫീസ്. പിള്ളേ, ഞാൻ പോണു. എണ്ണ മൈലിൻ്റെ കിട്ടിയില്ല. മയിലിൻ്റെ എവിടെ പോയി കിടക്കുമായിരുന്നു? വരുന്ന വഴിക്ക് ആ പണിക്കരെ ഒന്ന് കണ്ടായിരുന്നു. ഈ വട്ടം ഇനി എന്തേണിയാണോ കുറിച്ച് തന്നത്? അതല്ലടാ, അയാൾ അവിടെ നാശമായിട്ട് വന്നിരിപ്പുണ്ട്. എന്തോ പറ്റി? നമ്മൾ ബുദ്ധനെ കൊണ്ട് കാണിച്ചുകൊണ്ട് പറ്റിയാന്നോ, അയാളുടെ ഭാവി ഭൂതം നക്കിയെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ട്. പിന്നെ ജീവൻ വേണമെങ്കിൽ അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനും പറഞ്ഞു. എവിടെ കളയാൻ? എങ്ങും കളയുന്നില്ല. അതിൻ്റെ ഉച്ചയിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് ഉറങ്ങുന്നുള്ളൂ. ഇന്നത്തെ ഇടിയോടെ ഒരു പേടി. പണിക്കര് പറയുന്ന പോലെ എല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും നടഞ്ഞ് ഇനിയിപ്പോൾ കുളിച്ച് കയറാം. ഇന്ന് രാത്രി നമ്മളതിൻ്റെ ഉച്ചി വെള്ളം നിറച്ചിരിക്കും. അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ ഉണ്ട്. ഇന്ന് എനിക്കത് കിട്ടിയിരിക്കണം. ആരെ കൊന്നിട്ടാണെങ്കിലും ശരി. അവന്മാർ ഒപ്പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോണി ഇന്നിവിടെ വന്നിരിക്കണം. അതിൻ്റെ വില അവന്മാർക്ക് അറിയത്തില്ല. സാറ് പൊക്കോ സാറേ, സാധനം രാത്രി എത്തിയിരിക്കും. ഇഷ്ടപ്പെടി കിട്ടിയോ നീ? എടാ കണ്ണു. ആ, എല്ലാരും കിടന്നോ. ഞാൻ എത്തിത്തിടും. നീ എവിടെയെങ്കിലും വരുന്നതിൻ്റെ ഐശ്വര്യം നമ്മളെങ്ങനെ അറിയും? നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ വരുമായിരിക്കും. ഒന്ന് രാവിലെ വരത്തുള്ളൂ. കണ്ണപ്പാ കിടന്നുറങ്ങടാ. ഡോക്യുമെന്റ്സ് എവിടെ നമ്മളെങ്ങനെ അറിയാം? ആസ് യൂഷ്വൽ അതിൽ അലക്ഷ്യമായ കുപ്പിയിൽ തിരികിട്ടുണ്ടാകും. ലോക്കൽ ഗുണ്ടാ ടീമുകളുടെ വീടിന് 2 വാതിലുകളായിരിക്കുള്ളൂ. ഒന്ന് വെള്ളിലേക്ക് ഇറങ്ങാനും മറ്റൊന്ന് വെളിക്കിറങ്ങാനും. അതുകൊണ്ട് തന്നെ 4 സെക്യൂരിറ്റികളും 2 പട്ടികളുമുള്ള ഹൈടെക് വീടുകളെക്കാട്ടിലും ടഫായിരിക്കും ഈ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിങ്ക്രോണി വാതിൽ പൊളിക്കേണ്ടി വരും. അപ്പോൾ ബാക്ക് ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യും? നോ, ആ ലോക്കൽ ഗുണ്ടാ ടീമിനെ അത്ര ചെറുതായി കാണും. വാതിനകത്ത് മാത്രം ഓടിച്ച് അവർ വാൾ വെക്കാൻ ഓപ്പൺ ചെയ്യുന്നത് ബാക്ക് ഡോർ ആയിരിക്കും. സോ ഫ്ലാഷ് ആവാൻ ചാൻസ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വി നീഡ് ടു ബ്രേക്ക് ദി ഫ്രണ്ട് ഡോർ, ദി ഗ്യാസ് കട്ടർ. പട്ടിക്കൊണ്ട് പൂട്ടില്ലായിരുന്നു. കണ്ടില്ല. എടാ മണ്ടന്മാരെ, കൈ തിരിഞ്ഞു വാ. കേറി വാ. You go there.
ബോയ്സ് വി ഗോട്ട് ഇറ്റ്. ചേർത്ത് പൊക്കിയാലോ? വല്ല രത്നങ്ങളോ വൈരങ്ങളോ നല്ല ശില്പമാണെങ്കിലോ? ഉമ്മാർക്കിടല്ലോ കുപ്പയിലെ മാണിക്യം പോലും. കിട്ടുന്ന കേട് വശത്ത് വെച്ചോ. ലെറ്റ്സ് മൂവ് ജെന്റ്ലി. ആരാ നിനക്ക്? ഞങ്ങൾക്ക് വേണ്ട ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ വന്നതാണ്. ഡോക്യുമെന്റ് വീട് മാറിയതായി. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലത്തെ പിച്ചാത്തി കൊണ്ട് നടന്ന പീറ കൊണ്ടാണല്ലേ. എന്താടാ പിച്ചാത്തി കൊണ്ടാ മുറിയത്തില്ലേ? വേണ്ട. അപ്പോൾ രാത്രി യാത്രയില്ല. പടം ലാഗായിരുന്നാണ്, ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നാല് കാര്യം അങ്ങേരെ അറിയണ്ട. നമുക്ക് കിട്ടുണ്ടാക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുണ്ടാക്കാൻ തന്നെയാണോ കിട്ടിയത്? നോക്കട്ടെ. ഓ, ഇതിൽ ഒപ്പില്ല. ഹോളി ക്രാപ്പ്. കാർപ്പല്ല, ഷാർക്ക്. ഇനി എന്താ ചെയ്യാന്ന് പറ. ഒപ്പില്ലാതെ കൊപ്പം കൊണ്ട് തന്നാലേ അയാൾ നമ്മളെ കൊല്ലാൻ വേണ്ടി വേറെ ഒട്ടേഷൻ കൊടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഒപ്പ് നമുക്ക് ഇട്ട് കൊടുത്താലോ? അതിനൊപ്പം ഇവിടെ നിന്ന് എടുക്കും. അതൊക്കെ എടുക്കാം. ഒപ്പിട്ട് കൊടുത്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഐശ്വര്യം അനുഭവിക്കാനുള്ള യോഗമൊന്നും നമുക്കില്ല. നമ്മളൊക്കെ ആരെങ്കിലും വെട്ടും കുത്തും കൊണ്ട് പള്ളൊളിഞ്ഞ് എവിടെയെങ്കിലും കിടക്കത്തേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിനാവും മാറിയെന്ന് രക്ഷപ്പെട്ടത്. അത് ഞാൻ അങ്ങോട്ട് വെച്ചേക്ക്. ആരെങ്കിലും എടുത്തോണ്ട് പോക്കോട്ടെ. ശരിയാ, വയ്യ മടുത്ത്. നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് ഇറങ്ങാം. കയ്യിലുള്ള 5 ലക്ഷം കൂടെ പോലും നോക്കുമ്പോഴേ ഒരു വിഷമം. മഴ കാണാൻ നല്ല രസം. എല്ലാം ശരിയാവും ഇവിടെ. ശരിയാ. മാസം പോയിന് തൊല്ലയാണല്ലോ. സൈബർ വിളിക്കുന്നു. ഒരെണ്ണം എടുത്തെന്നാ തോന്നുന്നു. നീ എടുത്തിട്ടൊരു മയത്തിലൊക്കെ സംസാരിക്കേ. ഹലോ സാർ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. ആരോപ്പിന് കോടികളുടെ വിലയുണ്ട്. നിങ്ങളുടെ വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്തോന്ന്? ഹലോ.